അച്ചോ വണ്ടിക്ക് ജാക്കി നോക്ക്. ജാക്കി ജാക്കി കഹാ ജാക്കി മേരാ അവിടെ വന്ന് നിൽക്കുക. മോനോട്ടോ ഇത് കിട്ടണില്ല. എന്താണോ നീ കാണിക്കുന്നത്? ജാക്കി നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ അവിടെ ഉണ്ടോ? മേരാ ജാക്കി തും ബൈഠോ ബൈഠോ ജി മുറുക്കുണ്ടാവേ. അല്ല, എന്താ ജോലിയൊക്കെ? ഡോക്ടറെ കാണാൻ ഇറങ്ങിയത്. അയ്യോ, ഇവിടെ വാഹനങ്ങളെ ചികിത്സിക്കാറുള്ളൂ, മനുഷ്യരെ ചികിത്സിക്കാറില്ല. പഴയ തർക്കത്തിൽ എപ്പോഴും മാറിയിട്ടില്ലല്ലേ? ആ വരൂ, തണലിലേക്ക് മാറി നിൽക്കാം. ദേവി, ഇവിടെ ഇരിക്കാൻ പറയാൻ സോഫയും കസേരയൊന്നും ഇല്ല. പിന്നെ കുടിക്കാൻ തരാൻ ഓയിലും ഗ്രീസും ഒക്കെയാ കേട്ടോ. അത്രയല്ലേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ഒറ്റയ്ക്ക് ഈ ലോകത്തിനോട് മുഴുവൻ എതിരിട്ട് ജീവിച്ചിട്ടും മോഹനേട്ടന് ഒട്ടും മാറിയിട്ടില്ലല്ലോ. എന്നാര് പറഞ്ഞു? ഞാൻ മാറിയിട്ടില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണ്. മനസ്സ് കാണാൻ കഴിഞ്ഞോ? ഓരോ വേലകൾ കാണിച്ചു വെച്ചേക്കുന്ന ഞാനും കൂടെ മാറാം. അയ്യോ, അതെ, ഇതിലും കൂടുതൽ എനിക്ക് പൊന്തിക്കാൻ കഴിയില്ല. എന്നോട് പോകാനല്ലേ പറഞ്ഞു? ഇതൊരു ചെറിയ സംഭവമാ. ഇതിലും വലിയ മണ്ടത്തരങ്ങളാ അച്ചു ദിവസം ഒപ്പിക്കാറ്. ഏട്ടൻ പറയുന്നത് കേൾക്കണം. ഞാൻ വർക്ക്ഷോപ്പാണെന്ന് പോലും മറന്ന് ചിരിച്ചു പോയി. അതുപോട്ടെ, ദേവിയെ ചെങ്ങനാ വർക്ക്ഷോപ്പിൽ പോയത്? അത് ചുമ്മാന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല. ചിലതൊക്കെ എനിക്കും മനസ്സിലാവും. പോടി. മുമ്പൊക്കെ നേരത്തിനും കാലത്തിനും ഉണ്ണാനും ഉറങ്ങാനും വരാത്ത ഏട്ടനാ. ഇപ്പൊ ഇവിടെ കേറി ഇറങ്ങാനേ സമയമുള്ളൂ. അത് നേരത്തിനല്ല, ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ളപ്പോ മാത്രം. നിനക്ക് വേറൊന്നും പറയാനില്ലേ? സമ്മതിച്ചു. എന്നാൽ ഒരു കണ്ടീഷൻ. വലിയ മ്യൂസിക് ടീച്ചറാണെന്നാണല്ലോ ഭാവം. ചേച്ചിയുടെ പാട്ട് കേട്ട് പിള്ളേരൊക്കെ അന്തം വിട്ടിരിക്കുകയാണെന്ന് വീം പഠിക്കുകയും ചെയ്തു. പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, ഞാനിവിടെ വരുന്ന ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞു, ഞാൻ പോയേക്കാം. അവിടെ ഇരിക്ക്. നല്ല മനസ്സുണ്ടെങ്കിൽ മതി. വന്ന ദിവസം തൊട്ട് കെഞ്ചുന്നതാ. പണ്ട് ചേച്ചി പാടാറുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. മോഹനേട്ടനാണോ? അല്ലാതാരാ? കൃത്യസമയം നോക്കി വന്നതാ. എങ്കിൽ ഞാൻ പിന്നെ വരാം. അതൊന്നും വേണ്ട. പാട്ട് മുഴിപ്പിക്കാത്ത ഞാൻ വിടൂല. അവിടെ ഇരി. ഏട്ടൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കും. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടേ. ഏട്ടൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? വെറും വാചകമല്ലാതെ ദേഹോദരമില്ലല്ലോ. എന്ത് വേണം? മെക്കാനിക് ഉണ്ടോ? ഇത് വർക്ക്ഷോപ്പല്ല, വീടാണ്. അത് നിന്നെ കണ്ടപ്പോ തോന്നി ഇത് വർക്ക്ഷോപ്പാണെന്ന്. ക്ഷമിക്കണം. ഏട്ടൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞില്ല, പറഞ്ഞതിൽ നിന്നും അങ്ങനെ മനസ്സിലായി. വണ്ടി കടയെ റോഡിൽ കിടക്കുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഒന്ന് തള്ളിത്തരാമോ എന്ന് ചോദിക്കാൻ വന്നതാ. സഹായിക്കാമോ? പിന്നെ പാട്ട് ഞാൻ കേട്ടു. നല്ല ശരീരവും. ആരാ അത്? ഒരു ബാറും അടുത്തുള്ളതാ. എന്നും ഇങ്ങനെ തുറച്ചു നോക്കൂ. നിനക്ക് മോനേട്ടനോട് പറയാൻ പാടില്ലേ? നല്ല കാര്യായി. എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുന്നറിഞ്ഞ അന്ന് അവിടെ കൊല നടക്കും. അതാ എനിക്ക് പേടി. സ്പീഡാവട്ടെ. എന്റെ പാട് എനിക്കറിയാം. എന്താ? എന്തു കുന്തം. അവളുടെ മുമ്പ് കൂടെ കാറും തള്ളിക്കൊണ്ടു കുറച്ചല്ലേ? നിന്റെ കാറും നിന്റെ പ്രേമവും രണ്ടും തൃശങ്കൂന്റെ യാത്ര പോലെ ഒരിടത്തും എത്താതെ നടുക്കങ്ങ് നിൽക്കും. ഞാൻ പോയി 2 വാഴം ഫിറ്റ് ചെയ്തിട്ട് വരട്ടെ. എന്തു കാണോടെ അകത്ത് വരെ പ്ലീസ്. അകത്ത് ചെല്ലേ. കുഴപ്പമില്ല, ഈ ഡ്രസ്സൊക്കെ നന്നായിരിക്കണല്ലേ? രാജേട്ടൻ
ഇനിയിപ്പോ എന്താണ് ചെയ്യാ? നമുക്ക് രക്ഷപ്പെടാം. കണ്ടിട്ട് കാണാത്തോലെ പോകുന്നത് മോശമല്ലേ? അമ്മാവനും അമ്മായിക്കും വിശേഷമൊന്നുമില്ലല്ലോ. ഇന്നലെയല്ലേ രാജേട്ടൻ വീട്ടിൽ വന്നത്? അതിനിടയ്ക്ക് എന്ത് വിശേഷം? അല്ല, പുതിയ താമസ സ്ഥലമൊക്കെ പിടിച്ചോ? നല്ല അസല് വീട്. അല്ല, ഞാൻ ആലോചിക്കുക, എന്തിനാ അതിങ്ങനെ ഇട്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ ഇന്ദുവിന് താമസിക്കാനാ. വീട് എനിക്കും ഇഷ്ടമായി. എങ്കിലിനി ഇന്ദു വേറെ വീട് നോക്കുന്നതാ നല്ലത്. അയ്യോ, അത് വേണ്ട. എടി, ബസ് കാണുന്നില്ലല്ലോ. കാത്തു നിന്ന് മടുത്തു. ഞാൻ നടക്കുക. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനോ? ഞാനും വരുന്നു. എന്റെ കാറിൽ പോക്കോയിലിൽ നടക്കുന്നതാ നല്ലത്. ശരി, നമുക്ക് പോകാം. കുപ്പായം കയറിട്ടോ. കയ്യോട്ട് ഞാൻ പോട്ടെ. തമാശ പണിയുണ്ട്. പോട്ടെ. പക്ഷെ ഇപ്പൊ ആകെ മാറിപ്പോയി. മനുഷ്യ കണ്ടാ നോക്കാതെ ആ സാറിനെ വിഷമിക്കണ്ട. ഞാനില്ലേ ഇനിയെങ്കിലും ഒരു അടക്കത്തോടു കൂടി നടക്ക് കേട്ടോ. നിനക്ക് അച്ഛല്ലേടി? നീ എന്തൊന്നും മിണ്ടാത്തത്? നിന്റെ ഒച്ച അടച്ചല്ലേ? ഓ സാറിന്റെ അതേ ജലദോഷമായിരിക്കും. അതൊക്കെ ഞാൻ മാറ്റി തരൂലേ. എന്തേ എന്ത് പണി അച്ചോട്ടായി കാണിക്കുന്നത്? അതാ മോനേട്ടം വരുന്നു. അയ്യോ, ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇനി മോനേട്ടൻ ജോലിക്ക് ഇവിടെ നിർത്തുന്നു തോന്നുന്നില്ല. എത്ര വെച്ചിട്ട് സഹിക്കുക? അയാൾ എന്തപ്പോ ചെയ്യ? എനിക്കാണ് മണ്ടത്തരം ചെയ്യാതിരിക്കാൻ പറ്റൂല. മോനേട്ടനാണെങ്കിൽ സഹിക്കാനും പറ്റൂല. ഓ ഒക്കെ വിധിയ. മോളെ ചെറോളി, അച്ചേട്ടൻ പോവാണ് കേട്ടോ. അപ്പേ എല്ലാരോടും അച്ചേട്ടൻ പോവാണ് കേട്ടോ. ഓട്ടെ. എന്തോ വിളിച്ചോ? ഇല്ലല്ലേ? അപ്പഴേ ഇത് ഞാൻ സാധാരണ പോകുന്ന പോക്കല്ല. ഇതെന്റെ അവസാനത്തെ പോക്ക. ഇനി ഞാൻ തിരിച്ചു വരില്ല. എല്ലാരോടും ഒന്ന് പറഞ്ഞേക്ക്. കേൾക്കാത്തവർക്കൊന്ന് കേട്ടോട്ടെ. അച്ചു, അച്ചു, അച്ചു. അച്ചുവേട്ടൻ പേടിച്ചിട്ട് പോയി സാർ. ഓഹോ, ഞാൻ ഊണ് വെച്ചിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ആ, അയ്യോ, ഇത് ഞാൻ എഴുതി വെച്ചല്ല. ഇവിടെ വാ. അകത്ത് നിറയെ ജോലിയുള്ളപ്പോ നീ ഇവിടെ വന്നിരിക്കുക. ഞാൻ ഊണ് കഴിക്കാൻ പോവാ. ചെല്ലു.